കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. BJPയുടെ കൂടെയാണ്. അപ്പോൾ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ അംഗത്വം രാജിവെച്ച്, നിയമസഭാ അംഗത്വം രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് ഇലക്ഷൻ മത്സരിക്കാൻ അവർ ധൈര്യം കാണിക്കണം. അപ്പോൾ ഈ രാജി അവർക്കും ഒരു സൂചനയാണ്, അവർ ചെയ്യേണ്ട കാര്യമാണ് ഇന്ന് അൻവർ ചെയ്തിട്ടുള്ളത്. അതിന് പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടി എന്ന് പറയുന്നത് അടച്ചിട്ടുമില്ല വാതിൽ, യുഡിഎഫിലേക്കുള്ള വാതിൽ അടച്ചിട്ടുമില്ല, തുറന്നിട്ടുമില്ല. അത് പാർട്ടിയിലും മുന്നണിയിലൊക്കെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പോൾ അത് ഞങ്ങളുടെ അജണ്ടയിലില്ല. ഇപ്പോഴത്തെ അജണ്ട നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം, സ്ഥാനാർത്ഥിയുടെ വിജയം, ഇതൊക്കെയാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രധാന അജണ്ട എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ് പ്രഖ്യാപിക്കുക. അതിൽ പ്രധാനപ്പെട്ട പേരുകളൊക്കെ കൺസിഡർ ചെയ്യും. അതിനനുസരിച്ച് ഫൈനൽ അതോറിറ്റി ഹൈക്കമാൻഡാണ്. അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയും രംഗത്ത് വരും. തീർച്ചയായിട്ടും. ഇതുവരെ ഉണ്ടായിരുന്നൊരു പരാതി, UDFന്റെ സിറ്റിംഗ് സീറ്റുകൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ, LDFന്റെ സീറ്റ് ജയിച്ചിട്ടില്ല എന്നാണല്ലോ. ആ പരാതി നിലമ്പൂരിൽ ഞങ്ങൾ പരിഹരിക്കും. ഉപതെരഞ്ഞെടുപ്പിൽ ആര് പിന്തുണ നൽകിയാലും അത് സ്വീകരിക്കും. അല്ല, ഞാൻ പറഞ്ഞ അത് പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിനെക്കുറിച്ച് ഇപ്പം ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. തിരുവനന്തപുരം